അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. നഗരത്തിലെ കോർമല അപകട ഭീഷണിയിൽ നിന്ന് ഉന്നതതല സംഘം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നടത്തിയ പരിശോധനയിൽ വിവിധ ഇടങ്ങളിൽ വിള്ളൽ കണ്ടെത്തി. വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മൂവാറ്റുപുഴയിൽ മുമ്പ് മണ്ണിടിച്ചിലുണ്ടായ കോർമല പരിശോധിക്കണമെന്ന മാത്യു കുഴൽനാടൻ MLA-യുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉന്നതതല സംഘം വ്യാഴാഴ്ച പരിശോധന നടത്തിയത്. കോർമലയിലെ പല സ്ഥലങ്ങളിലും വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത് കണ്ടെത്തിയ സംഘം ഉടൻ റിപ്പോർട്ട് നൽകും. പല ഭാഗങ്ങളിലായി വിള്ളൽ കണ്ടെത്തിയതിനാൽ അപകട സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും ഇത് മുൻനിർത്തി 25 ദിവസത്തിനകം വിശദവിവരങ്ങൾ തയ്യാറാക്കി നൽകുമെന്നും ഉന്നത സംഘം പറഞ്ഞു. ഏകദേശം 9 വർഷത്തിന് മുമ്പ് ഈ കോർമല ഇരിക്കുന്ന ഈ ഭാഗത്തിന്റെ താഴ്വശം ഇടിഞ്ഞ് പോയി വലിയ ഒരു മണ്ണിടിച്ചിലുണ്ടായി. അതോടനുബന്ധിച്ച് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വാട്ടർ അതോറിറ്റിയുടെ വലിയ ടാങ്കിൽ ഈ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയും ചുറ്റുവട്ടമുള്ള പ്രദേശം മുഴുവൻ കുടിവെള്ളം വിതരണം ചെയ്തുകൊണ്ടിരുന്ന ടാങ്കിൻ്റെ പ്രവർത്തനം ഭാഗികമായി നിലയ്ക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട MLA ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി DDCയിൽ ആവശ്യപ്പെട്ടതനുസരിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ DDMA സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ നിന്നും 2 എക്സ്പെർട്ടുകൾ ഈ സ്ഥലം പരിശോധനയ്ക്കായിട്ട് ഇന്ന് വന്നിരിക്കുകയാണ്. ഇന്ന് ഇവിടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ഇവരുടെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് അവർ പോയിട്ട് അവർ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് DDCയിൽ വെക്കുന്നതാണ്. അതിന് ശേഷം വേണം നമുക്ക് എന്തെങ്കിലും നടപടികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുകയുള്ളൂ. 9 വർഷങ്ങൾക്ക് മുൻപ് മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം കോർമലയിൽ മണ്ണിടിച്ചിലുണ്ടായെങ്കിലും ആദ്യമായിട്ടാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംഘം പരിശോധിക്കാനെത്തിയത്. മുൻപ് മണ്ണിടിഞ്ഞ പ്രദേശമാണ് സംഘം പരിശോധന നടത്തിയത്. സംസ്ഥാന ദുരന്ത നിവാരണ പ്രതിനിധി അംഗങ്ങളായ വിജിത്ത്, GS പ്രദീപ്, ഹസാഡ് അനലിസ്റ്റ് അഞ്ജലി പരമേശ്വരൻ, ഡെപ്യൂട്ടി കളക്ടർ VE അബ്ബാസ്, തഹസിൽദാർ KM ജോസുകുട്ടി, നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു, ജിനു മടേക്കൽ, ആശ അനിൽ, PA ഹംസ, വരുൺ ദേവ്, KS ഷൈൻ തുടങ്ങിയവരുടെ സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. പ്രകൃതിയിലുണ്ടായ സ്വാഭാവിക ചെരിവ് മണ്ണെടുത്തതുകൊണ്ട് നഷ്ടപ്പെട്ടതാണ് ഇവിടുത്തെ പ്രശ്നം. കൃഷി ഉൾപ്പെടെയുള്ള മറ്റ് പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നടത്തരുതെന്ന് ഉദ്യോഗസ്ഥർ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. നമുക്ക് റൈറ്റിങ്ങിനായാലും സ്പീക്കിങ്ങിനായാലും നമ്മുടെ അടുത്ത് തന്നെ ഇരുന്ന് അവർ കറക്ഷൻസ് തരും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.